നെന്മാറ ഇരട്ടക്കൊല കേസിൽ ഇന്ന് വിധി ഉണ്ടാകില്ല. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിധി പറയുന്നത് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പറയാനിരുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇന്ന് വിധി പറയാനിരുന്നതാണ്, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഈ കേസിൽ ഇന്ന് വിധി പറയില്ല എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഈ നെന്മാറ ഇരട്ട കൊലപാതക കേസുണ്ടായത്. ഇവിടുത്തെ അതായത് ചെന്താമര എന്ന് പറയുന്ന ഒരു കൊലക്കേസ് പ്രതി ഈ ചെന്താമരയുടെ അയൽക്കാരനായ സുധാകരനെയും സുധാകരന്റെ അമ്മയെയും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ കേസിൽ ആണ് ഇപ്പോൾ ഇന്ന് വിധി പറയാനിരുന്നത്. പക്ഷേ ഇന്ന് ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിധി പറയില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ വിധി പറയുകയും ചെയ്യും. സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ തന്നെ കോടതി ഇയാളെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ആ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിലും വിധി വരുന്നത്. ഈ ഭാര്യയുടെ കൊലപാതകം നടത്തിയ ശേഷം പിന്നീട് ജയിലിൽ നിന്ന് ഈ വിചാരണ തുടങ്ങാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് ശേഷം പിന്നീട് പുറത്തിറങ്ങിയ ചെന്താമര നേരെ വീട്ടിലേക്ക് എത്തുകയും തൊട്ടടുത്ത് താമസിക്കുന്ന സുധാകരനെയും സുധാകരന്റെ അമ്മയെയും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ ഒരു കേസിൽ വളരെയേറെ പോലീസിനെ പ്രതിസന്ധിയിലാക്കിയ കാര്യങ്ങളായിരുന്നു. കാരണം ചെന്താമര ഇത്തരത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭീഷണി ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ സുധാകരന്റെ കുടുംബം പറഞ്ഞെങ്കിലും അത് പോലീസ് കാര്യമായി മുഖവിലേക്ക് എടുത്തില്ല. അതിനുശേഷമാണ് തൊട്ടടുത്ത ദിവസം ഈ കൊലപാതകം ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. കേസിൽ അതീവ വേഗത്തിലാണ് ഈ കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. മാത്രമല്ല കേസിന്റെ കുറ്റപത്രം ഉൾപ്പെടെയുള്ളവ പെട്ടെന്ന് തന്നെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇരട്ടക്കൊല കേസിൽ വ്യക്തമായ സാക്ഷിമൊഴികൾ ഉൾപ്പെടെയാണ് ഈ സുധാകരന്റെ കൊലപാതകത്തിലും അതുപോലെ തന്നെ അമ്മയുടെ കൊലപാതകത്തിലും ഈ ചെന്താമരയ്ക്കെതിരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന ഒരു ശിക്ഷ പ്രതീക്ഷിക്കുകയാണ് പ്രോസിക്യൂഷൻ. അതേസമയം ഇന്നിപ്പോൾ ശിക്ഷ വിധിയില്ലാത്തതിനാൽ, അതായത് ഈ കേസിന്റെ വിധിയില്ലാത്തതിനാൽ അടുത്ത ദിവസത്തേക്കായിരിക്കും ഈ കുടുംബം ഉൾപ്പെടെ, അതായത് ഈ ചെന്താമരയെ ഇന്നിപ്പോൾ കോടതിയിൽ എത്തിക്കേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം തന്നെ കുടുംബവും കോടതിയിലേക്ക് എത്തില്ല. ശരി, MS ലിഷോയാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.